ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിശാൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ചെറിയ പരിക്കുകളോടെ പാർവതി രക്ഷപ്പെടുകയും ചെയ്തു. വിശാലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ച് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് പാർവതി. ഈ സമയം വിശാലിന്റെ അരികിൽ ഗായത്രി അമ്മയും വന്നു നിൽക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തന്നെ വിശാലിന് ചെറിയ അനക്കം വന്നു തുടങ്ങി. വിശാൽ കണ്ണു തുറന്നു. ഈ വാർത്ത സിസ്റ്റർ ഡോക്ടറിനെ അറിയിക്കാൻ പോകുന്നുണ്ട്. പുറത്തേക്ക് പോയപ്പോൾ ഗാർഗി സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, സിസ്റ്റർ എന്ത് പറ്റിയെന്ന്. പേഷ്യന്റിന് ബോധം വീണെന്ന് തോന്നുന്നു, ചെറിയൊരു അനക്കമുണ്ട് എന്നെ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഗോപിനാഥ് പറയുന്നു, ഈശ്വരൻ കാത്തു, വിശാലിന് ബോധം വീണോ? ഡോക്ടർ വന്ന് നോക്കട്ടെ, എന്നിട്ട് കൃത്യമായിട്ട് പറയാമെന്ന് സിസ്റ്റർ പറയുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ നിന്ന് പോയി. അല്പം സമാധാനത്തോടെ നിൽക്കുകയാണ് ഗാർഗിയും ഗോപിനാഥും. അച്ഛാ, പാർവതി പറഞ്ഞതുപോലെ ബ്രോയ്ക്കൊന്നും സംഭവിക്കില്ല അച്ഛാ, ഞാൻ പോയി പാർവതിയെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാമെന്ന് ഗാർഗിയും പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഗാർഗി അവിടെ നിന്ന് പോയി. ഈ സമയം ദേവിയുടെ മുന്നിൽ കഠിന പ്രാർത്ഥനയിലാണ് പാർവതി. പ്രഭാവതിയും പ്രതാപനും പാർവതിയെ ശ്രദ്ധിക്കുന്നു. ഗാർഗി പാർവതിയുടെ അരികിലേക്ക് വന്നിട്ട് ബ്രോയ്ക്ക് ബോധം വീണെന്ന കാര്യം പറയുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി. പാർവതി ഭഗവാനെ നന്ദി പറയുന്നു. ഇത് കേട്ട് പ്രഭാവതിയും പ്രതാപനും ടെൻഷനോടെ നിൽക്കുന്നു. ബോധം വീണ് പാർവതി, നിന്റെ പ്രാർത്ഥന ദേവി കേട്ടു എന്നൊക്കെ ഗാർഗി പറയുന്നുണ്ട്. ഉദയന്നൂർ അമ്മയ്ക്കും നന്ദി പറയുകയാണ് പാർവതി. നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് ഗാർഗി പറയുന്നു. എനിക്കിപ്പോൾ തന്നെ എൻ്റെ വിശാൽ സാറിനെ കാണണോ എന്ന് പാർവതിയും. ഒന്നുകൂടി ദേവിക്ക് നന്ദി പറഞ്ഞിട്ടാണ് പാർവതി പോകുന്നത്. അങ്ങനെ പാർവതിയും ഗാർഗിയും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഗോപിനാഥും പാർവതിയോട് പറയുന്നു, മോളെ, നമ്മുടെ വിശാലിന് ബോധം വന്നടി. അവൾ കണ്ണു തുറന്നു. ഉദയനൂരമ്മ തുണച്ചതാണ്, എനിക്ക് വിശാൽ സാറിനെ ഒന്ന് കാണണമെന്നൊക്കെ പാർവതി പറയുന്നു. അവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഗോപിനാഥൻ പറയുന്നുണ്ട്. നീ വന്ന ഉടൻ അകത്തേക്ക് കയറ്റിവിടാനാണ് ഡോക്ടർ പറഞ്ഞത്, നീ ചെല്ലുമോളെ എന്നൊക്കെ ഗോപിനാഥ് പറയുന്നു. ഗാർഗി പാർവതിയും കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഗോപിനാഥ് പറയുന്നു, മോളെ ഗാർഗി, നീ ഇവിടെ നിൽക്ക്, അകത്തേക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം, പാർവതി ചെല്ലട്ടെ. ചെല്ലുമോളെ. അങ്ങനെ ശരിയെന്നാ, പാർവതി ചെല്ലട്ടെ എന്ന് ഗാർഗിയും പറയുന്നുണ്ട്. അങ്ങനെ പാർവതി വിശാലിനെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഗായത്രി അമ്മ വിശാലിന്റെ അരികിൽ തന്നെയുണ്ട്. ഡോക്ടറും അവിടേക്ക് വന്ന് വിശാലിനെ പരിശോധിക്കുന്നു. വിശാൽ കണ്ണു തുറന്നു. ആ സമയം പാർവതി അവിടെ എത്തി. ഗാർഗി അവിടെ നിന്നും ഗായത്രി അവിടെ നിന്നും അപ്രതീക്ഷിതമായി പോവുകയും ചെയ്തു. സംസാരിച്ചോളാൻ ഡോക്ടർ പാർവതിയോട് പറയുന്നു. വിശാലും പാർവതിയും തമ്മിൽ സംസാരിക്കുന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ പാർവതി എന്നെ വിശാൽ ചോദിക്കുന്നു. ഒന്നും പറ്റിയിട്ടില്ല സാർ, സാറിനും ഒന്നും പറ്റില്ല. ഞാൻ ഇത്രയും നേരം സാറിന് ബോധം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു കുഴപ്പം വരുത്താതെ ഉദയനൂരമ്മ സാറിനെ കാത്തോളും എന്നൊക്കെ പറഞ്ഞ് പാർവതി വിശാലിന്റെ കയ്യിൽ പിടിക്കുന്നു. വിശാലിന്റെ കൈക്കും തലയ്ക്കും ഒക്കെയുണ്ട് പരിക്ക്. ആ കയ്യിൽ മെല്ലെ തലോടുകയാണ് പാർവതി. ഈ സമയം ടെൻഷനോടെ പ്രഭാവതിയും പ്രതാപനും. അവൻ കോമയിൽ കിടന്ന് ചാകുന്ന ഞാൻ കരുതിയത്, ആ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇപ്പോൾ എല്ലാം നശിച്ചില്ലേ എന്ന് പ്രതാപൻ. അവന്റെ സമയം കൊള്ളാം, ആയസിന്റെ ബലമൊന്നല്ലാണ്ട് എന്ന് പറയാനാണ്. അതുകൊണ്ട് അവൻ ചാവാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്തായാലും നമ്മൾ വിരിച്ച വലയിൽ നിന്നും രണ്ടുപേരും രക്ഷപ്പെട്ടു. ഇത് വല്ലാത്ത തിരിച്ചടിയായി പോയല്ലോ ചേച്ചി എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നിരാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പുറത്തേക്ക് വരാൻ വിശാൽ കുറച്ച് സമയമെടുക്കും. അത്രയും ദിവസം പാർവതി അവന്റെ ഒപ്പം ഇവിടെ തന്നെ കാണും. അതിനുള്ളിൽ പാർവതിയും വിശാലും ആരെയാണ് കാണാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. അവരുടെ പ്ലാൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ അവർ കാണാൻ പോയ ആളിനെ നമ്മൾ വിലക്കെടുക്കണം, അല്ലെങ്കിൽ അവനെ തീർത്ത് കളയണം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ രക്ഷ. ഇത് കേട്ട് പ്രതാപൻ പറയുന്നു, ചേച്ചി ടെൻഷൻ അടിക്കാതിരിക്കേ, അവനെ ഉടൻ കണ്ടുപിടിക്കാം. ഈ സമയം ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഗോപിനാഥും ഗാർഗിയും അവിടെ നിൽക്കുകയാണ്. ഡോക്ടർ അവരോട് പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. വളരെ ക്രിട്ടിക്കലായ കണ്ടീഷനാണ് വിശാൽ അതിജീവിച്ചത്. ശരിക്കും ഇതൊരു മിറാക്കിൾ ആണെന്ന് തന്നെ പറയാം, മെഡിക്കൽ മിറാക്കിൾ. വിശാൽ എങ്ങനെയാണ് ഗുരുതരമായ അവസ്ഥയിൽ നിന്നും തിരികെ വന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ ഗോപിനാഥ് പറയുന്നു, എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഡോക്ടർ. എന്തായാലും ആപത്തൊന്നുമില്ലാതെ അവനെ തിരികെ കിട്ടിയല്ലോ, ഇപ്പോഴാണ് സമാധാനമായത്. ഇവിടേക്ക് പ്രഭാവതി വന്നിട്ട് അഭിനയം തുടരുന്നു. ഡോക്ടർ, എൻ്റെ മകൻ രക്ഷപ്പെട്ടല്ലേ? ഇനി വിശാലിനെ കുറിച്ച് ഓർത്ത് അമ്മ പേടിക്കുകയും ടെൻഷൻ അടിക്കുകയും വേണ്ട. ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിശാൽ പൂർണ്ണ ആരോഗ്യവാനാകും. പഴയതുപോലെ തന്നെ വിശാലിനെ നിങ്ങൾക്ക് തിരികെയും കിട്ടും. അതുവരേക്കും വിശാലിനെ ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ പ്രഭാവതി വളരെ സന്തോഷത്തോടെ പറയുന്നു, താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. എൻ്റെ വിശാലിനെ രക്ഷിച്ചതിന് ഡോക്ടറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പറയണേ ഡോക്ടർ, എൻ്റെ മോനെ രക്ഷിച്ചതിന് ഡോക്ടറിനോട് ഞാൻ എന്താണ് തരേണ്ടത്? ഡോക്ടർ എന്ത് ചോദിച്ചാലും ഞാനത് തരും. ചോദിക്കണം ഡോക്ടർ, എന്തായാലും ചോദിക്കാൻ മടിക്കണ്ട. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, അയ്യോ എനിക്കൊന്നും വേണ്ട, ഇതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ഒരു ഡോക്ടറിന് മെഡിസിനും ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ് വിശാലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ എടുക്കുന്ന എഫോർട്ടിന് മുകളിൽ ഓരോ വ്യക്തിയുടെയും വിശ്വാസവും ധൈര്യമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
വിശാലിൻ്റെ സ്പീഡി റിക്കവറിക്ക് ഞാൻ കാണുന്നത് മേഡത്തിൻ്റെ മരുമകളുടെ ദൈവവിശ്വാസവും പ്രാർത്ഥനയുമാണ്. ആ കുട്ടിയുടെ പ്രാർത്ഥനയാണ് വിശാലിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നൽകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. ഗാർഗി പറയുന്നു, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. പാർവതിയുടെ പ്രാർത്ഥന തന്നെയാണ് വിശാൽ ബ്രോയെ രക്ഷിച്ചത്. ഈ നേരം വരെ വിശാൽ ബ്രോയ്ക്ക് വേണ്ടി പാർവതി ആ ക്ഷേത്രത്തിൽ ഉള്ളൊരുക്കി കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. ഞാനൊന്ന് കാണട്ടെ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ഗോപിനാഥ് പറയുന്നു, പ്രഭാവതി ഇനി ഒന്ന് വെയിറ്റ് ചെയ്യേ, പാർവതി ഇറങ്ങട്ടെ. ഒരേ സമയം ഒരാൾക്ക് മാത്രമേ വിശാലിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഗോപിയേട്ട, അങ്ങനെ കാത്തിരിക്കാൻ സാധിക്കില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ കണ്ടേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണ് പ്രഭാവതി. എനിക്ക് അവനെ കാണണം, എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി കലക തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. ടെൻഷനോടെ ഗോപിനാഥും ഗാർഗിയും നിൽക്കുന്നു. പാർവതി, താൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? വലിയൊരു ആപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലേ, അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത്. എടോ, വിഷമം മാറ്റിവെച്ച് സമാധാനിക്കേ എന്നൊക്കെ വിശാൽ പാർവതിയോട് പറയുന്നു. സാർ ഇനി അധികം സംസാരിക്കേണ്ട, സാറിന് അത് പ്രയാസമാകുമെന്നൊക്കെ പാർവതി പറയുന്നു. അവിടേക്ക് അഭിനയം തുടർന്ന് പ്രഭാവതി അവിടേക്ക് വരുന്നു. എൻ്റെ മോനെ, അയ്യോ എൻ്റെ കുഞ്ഞിന് എന്നാലും ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് കരയുകയാണ്. ഇവരുടെ ഈ നാടകം വെറും അഭിനയം മാത്രമാണെന്ന് പാർവതിക്കറിയാം. മോനെ, നിനക്ക് എങ്ങനെയാ മോനെ ഈ അപകടം പറ്റിയത്? ഏറെ ദുഷ്ടനാ എൻ്റെ കുഞ്ഞിനെ വണ്ടി ഇടിച്ചത്. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കിയവൻ അവൻ ആരായാലും അവൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ താന്നോ ബഹളം വെക്കുന്നത്? എൻ്റെ കുഞ്ഞെ, നിന്നെ ഇങ്ങനെ കണ്ടിട്ട് അമ്മയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോടാ? എനിക്കൊന്നും അറിയാൻ വയ്യ. എൻ്റെ ദൈവമേ, എൻ്റെ കാലും കൈയും ഒന്നും ഓടുന്നില്ല എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അമ്മേ വിശാൽ സാറിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. ഇത് കേട്ടെ പ്രഭാവതി പറയുന്നു, അത് ഞാൻ അറിഞ്ഞു. പുറത്ത് വെച്ചുമ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടേ ഉള്ളൂ. അതറിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ബഹളം കൂട്ടുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എടാ എൻ്റെ സങ്കടം അത്രയ്ക്കുണ്ട്. എൻ്റെ ദൈവമേ, നിനക്ക് പകരം എനിക്കാണിത് സംഭവിച്ചെങ്കിൽ എല്ലാം അമ്മ സഹിച്ചേനെ. പക്ഷേ മോനെ, നിന്നെ ഓർക്കുമ്പോൾ എനിക്കതൊന്നും പറ്റില്ല മോനെ. അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ഞാൻ നിന്നോട് ചോദിച്ചതാ ഇത്ര ധൃതി വെച്ച് നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷേ നീ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേ എനിക്കെൻ്റെ മനസ്സിൽ എന്തോ ഒരു പന്തികേട് തോന്നിയതാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ കുഞ്ഞെ എന്ന് പറഞ്ഞ് വീണ്ടും പ്രഭാവതി കരയുന്നു. കുറ്റം മുഴുവനും എൻ്റെ തലയിലായി ഇപ്പോൾ ആക്കി വെക്കുന്നത് എല്ലാവരും. എൻ്റെ കുറ്റം മനസ്സിലായില്ല എന്ന് വിശാൽ പറഞ്ഞതും പ്രഭാവതി പറയുന്നു, നീ പുറപ്പെടാൻ നേരം നിനക്കെതിരെ ഞാൻ ശകുനമായിട്ട് വന്നതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ വന്നതെന്ന് എന്ന് പറഞ്ഞ് പ്രഭാവതി പൊട്ടിക്കരഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു, ആരാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട. അമ്മ ശകുനം വന്നതുകൊണ്ട് അപകടം വന്നതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന എന്തിനാ? അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ കരുതലും സ്നേഹമൊക്കെ എനിക്ക് നല്ല കാര്യമാണ്. അമ്മയുടെ സ്നേഹം എനിക്ക് നന്നായിട്ടറിയാം. പാർവതി, നീ ഒന്ന് പറയേ. അമ്മേ, എനിക്കൊന്നുമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തും. പാർവതി, നീ ഒന്ന് അമ്മയെ സമാധാനിക്കേ. ഇത് കേട്ട് പ്രഭാവതി പറയുന്നു, എപ്പോഴും മുതിർന്നവർ പറയുന്നത് കേൾക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകും. സൂക്ഷിച്ചോ. യഥാർത്ഥത്തിൽ ഒരു മുള്ളും മുനയും വെച്ച് തന്നെയാണ് പ്രഭാവതി പറയുന്നത്. അത് പാർവതിക്ക് മനസ്സിലാകുന്നു. ദേഷ്യത്തോടെ പാർവതി പ്രഭാവതിയെ നോക്കുന്നുണ്ട്. ഇതേസമയം പ്രഭാവതിയുടെ ഭർത്താവ് എന്ന് ആരോപിക്കുന്ന അയാളുടെ കടയിൽ എത്തിയിരിക്കുകയാണ് പ്രതാപൻ. അദ്ദേഹത്തെ കാണുകയും ചെയ്ത് പ്രതാപൻ ഞെട്ടലോടെ നിൽക്കുന്നു. ആ ഫോട്ടോയിലുള്ളത് ഇയാളാണല്ലോ എന്ന് ഇപ്പോൾ പ്രതാപൻ ഓർക്കുന്നു. അത് കണ്ടാകെ ടെൻഷനോടെ നിൽക്കുകയാണ് പ്രതാപൻ. ഇവൻ മരിച്ചുപോയെന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇയാൾ ജീവനോട് നിൽക്കുവാണല്ലോ. പണി പാളിയോ? ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട്. ഇയാളെ കാണിക്കാനായിരിക്കും പാർവതി വിശാലിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്. ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇപ്പോൾ തന്നെ ചേച്ചി വിളിക്കണമെന്ന് പ്രതാപൻ. അങ്ങനെ പ്രതാപൻ പ്രഭാവതിയെ വിളിച്ച് ഈ കാര്യം പറയുന്നു. ചേച്ചി എന്ന ചേച്ചിയുടെ മുൻ ഭർത്താവാണെന്ന് പറഞ്ഞ് വിശാലിനെയും ഞങ്ങളേക്ക് ഒരു ഫോട്ടോ കാണിച്ച് തന്നിരുന്നില്ലേ? ചേച്ചി ചത്തുപോയ ഒരാളുടെ ഫോട്ടോ കാണിച്ചാണ് വിശാലിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നല്ലേ ചേച്ചി പറഞ്ഞത്? ചേച്ചി, അയാൾ ചത്തിട്ടില്ല. ഇത് കേട്ട് പ്രഭാവതി ടെൻഷനായി. പാർവതി ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തത് അയാളെയാണ്. ഞാനിപ്പോൾ അയാളുടെ ഷോപ്പിന് മുന്നിൽ നിൽക്കാൻ. എടാ, നീ അയാളോട് സംസാരിച്ചു എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു, ഇല്ല, ഞാൻ അവിടെ തന്നെ ഉള്ളത്. നീ അവിടെ നിൽക്കുക, സമയത്തിനകം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പ്രഭാവതിയും പറയുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.